അതെ, എന്തു പറ്റി? എന്തിനാ ഓടുന്നേ? തെറ്റി. എഴുതി എഴുതി മടുത്തു. എത്ര എഴുതണം, എവിടെ എഴുതണമെന്ന് ഇപ്പോഴും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇറങ്ങാം. മാഡം, നിങ്ങൾ എന്തായി കാണിച്ചു കൂട്ടുന്നേ? ഉള്ള സ്ലിപ്പ് മുഴുവൻ ചുരുട്ടിക്കൂട്ടി കളഞ്ഞിരിക്കുന്നു. ഇത് ബാങ്ക് പ്രോപ്പർട്ടിയാണ്. സ്റ്റേഷനറിക്കൊക്കെ ചെലവുണ്ട്. നിങ്ങൾ വെറുതെ ബാങ്കിന്റെ പണം വേസ്റ്റ് ആക്കരുത്. ഒന്നും മിണ്ടായിരു വെച്ചേ. ഇത് നിന്റെ കുടുംബ സ്വത്തൊന്നുമല്ലല്ലോ. ഇതിന്റെ എല്ലാം കൂടെ ചെലവ് എത്രയാന്ന് പറഞ്ഞാ മതി. അതും കൂടെ ഉൾപ്പെടുത്തി ചെക്ക് എഴുതി തന്നോളാം. എന്റെ ദൈവമേ, ഞാൻ ഇന്ന് രാവിലെ ആരെ കണിയണ്ടാണോ ഇറങ്ങിയത്? സ്വന്തം മോന്തായം തന്നെ ആയിരിക്കും. സാറിന് പോടോ, ശല്യപ്പെടുത്താതെ. എത്ര എഴുതണം? ഒരു 9 ലക്ഷം എഴുതിയാലോ? ആ, അല്ലെങ്കിൽ വേണ്ട, 10 ലക്ഷം തികച്ചു തന്നെ എഴുതി കളയാം. അതിന് 10 ലക്ഷത്തിന് എത്ര പൂജ്യം ഉണ്ടെന്ന് അറിയില്ലല്ലോ. പത്മിനിയുടെ മോള് പറഞ്ഞ അനുസരിച്ച് 1 ലക്ഷത്തിന് 5 പൂജ്യമാണെങ്കിൽ 10 ലക്ഷത്തിന് 5ന്റെ ഇരട്ടി 10 പൂജ്യമായിരിക്കും. ഒന്ന് ചോദിച്ചാലോ? അതെ, ഈ 10 ലക്ഷത്തിന് എത്ര പൂജ്യം ഉള്ളത്? 10 ലക്ഷത്തിന് 6 പൂജ്യം. ഇതൊന്നും അറിയാതെയാണോ ബാങ്കിലോട്ട് കയറി വരുന്നത്? അറിഞ്ഞുടങ്ങി ഇയാളെന്താ പഠിപ്പിക്കോ? അവന്റെ ഒരു ജാട. അച്ഛാ, ദേ അവിടെ. അമ്മേ, സരോജം മതി, ഇനി എഴുത്തു നിർത്ത്. അമ്മേ, ചെക്കിൽ എമൗണ്ട് വല്ലതും എഴുതിയോ? അതൊന്നും ഇന്ന് എഴുതി തീരില്ല. ഇപ്പൊ തന്നെ 1 മണിക്കൂറായി. കണ്ടാ കവിത എഴുതുകയാണെന്ന് തോന്നും. ദേ, കടലാസ് ചുരുട്ടിയിട്ടിരിക്കുന്ന കണ്ടില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഈ പേപ്പറിന്റെ പൈസ എത്രയാന്ന് പറയാ. ഇതൊക്കെ എവിടെന്ന് കെട്ടിയെടുക്കുന്നാവും? സരോജ ഒന്ന് പതുക്കെ. ആ ചെക്കന്റെ എഴുത്താ. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ ചെക്ക് തരില്ല. ഇങ്ങനെയൊക്കെ വാശി പിടിക്കില്ലേ സരോജം? അമ്മേ, ആ ചെക്ക് നമ്മുടെ അല്ല, അതിങ്ങ് താ. നിങ്ങൾക്ക് രണ്ടാമത്തെ തലയ്ക്കെന്താ സുഖമില്ലേ? രണ്ടുപേരും പോയി അവിടെ ഇരുന്നോ. ഞാനേ 10 ലക്ഷം രൂപ എഴുതിയെടുക്കും ഇപ്പൊ തന്നെ. 10 ലക്ഷം? പതുക്കെ. ഇവരെല്ലാരും അറിഞ്ഞല്ലേ പിന്നെ അത് മതി. ഇവിടെ കാശില്ലെന്ന് പറയാം. അമ്മ വേണ്ടമ്മ, എന്നെ വിശ്വസിച്ച സാർ ഈ ചെക്ക് തന്നത്. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താ അത് വലിയ തെറ്റ് ചെയ്യുന്ന പോലെ ആവും. അതെ, നമ്മുടേതല്ലാത്തതൊന്നും നമ്മൾ ഉപയോഗിക്കരുതെന്ന് ഇന്നലെ തന്നെ തീരുമാനിച്ചിട്ടുള്ളതാ. തീരുമാനിച്ചിരുന്നത് നിങ്ങളാ, ഞാനല്ല. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ കയ്യിലേക്ക് ദൈവം ഇട്ടുന്ന ഈ ചെക്ക് എങ്ങനെയാ നമ്മുടേതല്ലതാവുന്നത്? ഈ അമ്മയ്ക്ക് എന്താ പറഞ്ഞ മനസ്സിലാവാത്തെ? നമുക്ക് ഈ ചെക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിങ്ങ് താ. ഇല്ല, തരാൻ ഇല്ല. തരാനല്ലേ പറഞ്ഞത്? ശ്രീലക്ഷ്മി, അമ്മ മിണ്ടാ നിന്ന്. ചെക്ക് തരാൻ ഞാൻ പറഞ്ഞേ. ഇല്ല, ഞാൻ തരില്ല. ശ്രീലക്ഷ്മി, അമ്മ മിണ്ടാ നിന്ന്. ചെക്ക് തരാൻ ഞാൻ പറഞ്ഞേ. കഷ്ടം.
തരാൻ. ഞാൻ തരില്ല അമ്മ, എന്റെ പുറകെ വരണ്ട. മതി, ഞാൻ വരുന്നില്ല വീട്ടിലേക്ക്. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാൻ പോവാ. എന്ത് ചെയ്യാനാ? എനിക്ക് അറിഞ്ഞൂടാ. അമ്മ സരോജം, എന്തൊക്കെയത്? നീ എന്തിനിങ്ങനെ വാശി പിടിക്കണത്? വാശി പിടിക്കുന്നു. നിങ്ങൾക്ക് വാശിയുടെയും ഭാഗ്യത്തിന്റെയും വ്യത്യാസം അറിയാത്തോണ്ടാ. വാശി പിടിക്കുന്ന പോലും വാശി. വൃത്തികെട്ട മനുഷ്യര്. എന്തിനമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇത് നമ്മുടെ വീട്ടുമുറ്റമല്ല. അറിയാം. ഇനി എങ്ങനെ ഞാൻ സംസാരിക്കണമെന്ന് കൂടി പറഞ്ഞു തന്നാ മതി. നീയും അച്ഛനും കൂടി തെരഞ്ഞു പിടിച്ച് ബാങ്കിലേക്ക് വന്നതല്ലേ? വീട്ടിൽ വന്നു കയറിയ ലക്ഷ്മിയെ ചവിട്ടി പുറത്താക്കരുത്, അത് ദോഷം ചെയ്യുമെന്ന് 100 തവണ പറഞ്ഞിട്ട് രണ്ടാളും കൂടെ കളിക്കല്ലേ? ദേ, ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഒരു തവണ വീട്ടിൽ കയറി വന്ന മഹാലക്ഷ്മിയെ അപമാനിച്ച പിന്നെ അത് തിരിച്ചു വരില്ല. ആ ജന്മകാലം ഓർത്തോ നിങ്ങള്? സരോജം, പണിയെടുത്ത് കിട്ടുന്ന പണം ഒരിക്കലും നമ്മെ വിട്ടു പോവില്ല. പക്ഷെ ഇതല്ല. നോക്ക്, ഈ ചെക്ക് നമ്മുടേതല്ല. അതാദ്യം നീ മനസ്സിലാക്ക്. നിങ്ങൾ മിണ്ടി പോരുത്. കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം കൈവിട്ട് പോവില്ലത്രേ. ആരോടാ ഈ പറയുന്നേ? നിങ്ങളും കഷ്ടപ്പെട്ട് കുറെ പണം ഉണ്ടാക്കിയല്ലോ ആ കടയ്ക്ക് വേണ്ടി. എന്നിട്ട് അത് കൈവിട്ട് പോയില്ലേ? അതെന്താ ഓർമ്മ വരാത്തത്? അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തറിയാം? വീട്ടിലെ കഷ്ടപ്പാട് ഞാൻ അനുഭവിച്ച് ഉരുകി ജീവിതം തീരാറായി. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ കേക്കില്ല. നോക്ക്, കയ്യിൽ ചെക്കും ഉണ്ട്, ദേ അപ്പുറത്ത് ബാങ്കും ഉണ്ട്. ഈ ചെക്ക് മാറിയേ തീരും. ഇനി ഒന്നും ആലോചിക്കാനില്ല. ചെക്കിങ് ഇതാ. സരോജം, ഹോ, നിക്ക്. നിക്ക്. അമ്മ ഞാൻ പറയുന്ന കേക്ക്. തരില്ല, ചത്താലും തരില്ല. എടി സരോജം, അമ്മ നിക്ക്. സരോജം നിക്കാൻ. ആ, നിന്നോട് അവിടെ നിക്ക്. അമ്മ നിക്ക്. ഇനി എനിക്ക് പറ്റില്ല. ഡീ, നീ വളർന്ന് വലുതായ പെണ്ണാ. തള്ളമാരെങ്ങനെ ഇട്ട് ഓടിക്കരുത്. ആളുകളൊക്കെ നോക്കി നിൽക്കുന്ന കണ്ടില്ലേ? വാ സരോജം, വീട്ടിൽ പോവാം. വാ. നീയൊക്കെ എന്തോന്ന് കാഴ്ച കാണാൻ നിൽക്കുന്നോ? ഇവിടെ ആരും സർക്കസ് ഒന്നും കാണിക്കുന്നില്ല. സർക്കസ് ഒക്കെ ദേ അവിടെ മൈതാനത്ത്. ഓ, അവിടെ പോയ 100-200 രൂപയുടെ ടിക്കറ്റ് എടുക്കണമല്ലോ. ഇതാവുമ്പോ ഓസിന് കാണാം. അയ്യയ്യേ, ഇതേ ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നം. നിങ്ങളുടെ ഒന്നും വീട്ടിൽ വഴക്കുണ്ടാവാറില്ലേ? അമ്മ വേണ്ട. എല്ലാം കൂടി നോക്കി നിൽക്കുന്ന കണ്ടില്ലേ? സഹോദരി, ഇത് പൊതു സ്ഥലമാണ്. വീട്ടിൽ പോയി വഴക്കുണ്ടാക്കുക. കൈ താത്തിട്ടോ. താൻ എന്താ കൈ ചൂണ്ടി പേടിപ്പിക്കുന്നോ? താൻ പോയി വേറെ പണി നോക്ക്. വിടരി. നിങ്ങളെന്താ വായം വിളിച്ചു നിൽക്കുന്നേ? വാ വീട്ടിൽ പോ. സോറി ട്ടോ, സോറി. ശരി. എന്തോന്നാണ് നീ കളിച്ചത്? ഞാനല്ല, ഇവന്റെ കളിയാ. നീ ചീട്ടിട്ട ചീട്ടിടറാ, നോക്കിയിരിക്കാതെ. എടാ, നീ കളിച്ചോണ്ടിരിക്കല്ലേ? നീയല്ലേ ആ കളി കളിച്ചേ? ഞാനാ? ചേട്ടാ, ഇടറാ, ചീട്ടിടറാ. ശ്രീലക്ഷ്മിയുടെ വീടല്ലേ അത്? അതെ. വീട് പൂട്ടിക്കിടക്കുന്നല്ലോ. അവരെവിടെ പോയെന്നറിയോ? ആ, അപ്പുറത്തെങ്ങാനും പോയി ചോദിക്കും. കളിയടാ. ഹലോ, ഇവിടെ ആരുമില്ലേ? ഹലോ, ആരെങ്കിലും ഉണ്ടോ? ഈ ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ എവിടെ പോയെന്നറിയോ? അവര് ചെക്ക് മാറാൻ ബാങ്കിൽ പോയിരിക്കുക. ആ ചെക്ക് കിട്ടിയ പിന്നെ ഉറക്കമില്ല. ദൈവമേ, ഇനി ചെക്ക് മാറി ക്യാഷ് കൈ കിട്ടിയ എന്താവോ? അല്ല, സാർ എവിടുന്നാ? ഞാനൊരു പരിചയക്കാരനാ. സാർ, ആ വീട്ടിൽ ആരുമില്ല. അവര് ബാങ്കിലേക്ക് പോയിട്ടുണ്ടെന്നാ അറിയാൻ കഴിഞ്ഞത്. വാട്ട്? ബാങ്കിലേക്കോ? അതെ, ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയാ പോയിരിക്കുന്നെന്ന് തോന്നുന്നു. മൈ ഗോഡ്, ഐ ഷോ മിസ്റ്റർ രാജാറാം?
യെസ് മാഡം. ഇംപോസിബിൾ. സോറി സാർ. ഇനി നമ്മൾ എന്താ ചെയ്യുക? എല്ലാം എന്റെ വിധിയ, തലവിധി. ഞാനത് തിരുത്താൻ നോക്കിയാ സമ്മതിക്കത്തൂല. ഇതിനേക്കാൾ അങ്ങ് ചത്താ മതിയായിരുന്നു. എന്റെ ഈശ്വര, എന്തൊരു ജന്മ ഇത്, എന്തൊരു ജന്മം. ആ ചേച്ചി, ബാങ്കിൽ പോയിട്ട് ചെക്ക് മാറിയോ? ദേ കൊച്ചേ, എന്റെ വായിരിക്കുന്ന കേൾക്കാതെ മുന്നിന്ന് പോയേ. ചെക്ക് മാറാൻ പോണെന്ന് ചേച്ചിയല്ലേ രാവിലെ പറഞ്ഞത്, അതുകൊണ്ടല്ലേ ഞങ്ങൾ ചോദിച്ചത്. എന്റെ BP കൂട്ടിയാലേ നീ കടങ്ങുള്ളല്ലേ? എന്താടി, ഞാൻ ചെക്ക് മാറിയാലും നിന്റെ തൊള്ളയില് വെള്ളം ഇറങ്ങുള്ള. സരോജം, അമ്മ വിടടി ചേച്ചി. എന്തീ കാണിക്കണത്? വിട്, വിടാൻ. ഇവർക്ക് ഭ്രാന്താ. എന്താ അമ്മ? പണ്ടേ അരപ്പാവോടെ ഇട്ടോണ്ട് എന്റെ മുന്നിൽ കളിച്ചോണ്ട് നടന്ന പിള്ളാരാ ഇപ്പൊ എന്നെ കളിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഞാൻ വിടുവോ? അല്ല പിന്നെ. അല്ലേ, ഇയാള് നമ്മുടെ ഫ്രിഡ്ജ് നന്നാക്കാൻ വന്ന ആളല്ലേ? ഇയാളെന്താ ഇവിടെ നിന്ന് കറങ്ങുന്നേ? ഇവിടെ ആരുടെ ഫ്രിഡ്ജ് നന്നാക്കാൻ വന്നതാ? കാശ് വല്ലതും തടഞ്ഞോ കയ്യില്? ആ, എന്തായാലും താനൊരു നല്ല മെക്കാനിക്കാ. കുറെ കാലമായിട്ട് ഉപയോഗമില്ലായിരുന്ന ഫ്രിഡ്ജാ, ഇപ്പൊ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ, നമ്മുടെ പുതിയ ഫ്രിഡ്ജ് ഒരു സ്വപ്നാണെന്ന് പറഞ്ഞാ മതി. എടീ സരോജം, ഒന്നും മിണ്ടാതിരി. വായ തോന്നിയതൊക്കെ സംസാരിക്കല്ലേ. ഇതാരാണെന്ന് നിനക്ക് അറിയാൻ വയ്യ, അതുകൊണ്ടാ. അയ്യടാ, എനിക്കറിയില്ലെന്നോ? ഇയാളാണ് നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് നന്നാക്കാൻ വന്നത്. അമ്മ, ഇദ്ദേഹം ഫ്രിഡ്ജ് നന്നാക്കണ ആളല്ല. നീ നിന്റെ അച്ഛനെ പോലെ സംസാരിക്കാതെ. ഇയാളെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്താടോ, താ ഫ്രിഡ്ജ് മെക്കാനിക്കല്ലേ? എത്ര ഭംഗിയുള്ള കാറാ ഇത്. അപ്പൊ താൻ കാറിലാണോ സഞ്ചരിക്കാറ്? ഫ്രിഡ്ജ് നന്നാക്കുന്ന പൈസ കൊണ്ട് കാറൊക്കെ വാങ്ങിയെങ്കിൽ താൻ ആള് സൂപ്പറാ. നമ്മുടെ വീട്ടിൽ പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ദൈവം അവസരം തന്നാലും ഉപയോഗിക്കാൻ അറിയാത്ത മനുഷ്യജന്മങ്ങളാ. ഏതോ ഒരു നല്ല മനുഷ്യനൊരു ബ്ലാങ്ക് ചെക്ക് തന്നു. അതിനെ കൊണ്ടുപോയി ബാങ്കിൽ നിന്ന് പൈസ എടുക്കാന്ന് വെച്ചപ്പോ അച്ഛനും മോളും കൂടി വന്ന് എല്ലാം നശിപ്പിച്ചിരിക്കുക. താനെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. ഇപ്പൊ തന്നെ ആ ചെക്ക് കൊണ്ടുപോയി ബാങ്കിൽ കൊടുത്ത് കാശാക്കിയല്ലേ. ഇതുപോലൊരു കാറ് നമുക്ക് വാങ്ങിച്ചൂടെ? ആ, അയ്യോടി ശ്രീലക്ഷ്മി, ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി കേട്ടോ. അന്നൊരിക്കെ നീ പോയ ഓട്ടോയിൽ ഇയാളെ കയറ്റിക്കൊണ്ട് പോയില്ലേ? ആ ഓട്ടോ ചാർജിന്റെ പകുതി 24 രൂപ ഇയാൾ എന്റെ തന്നിരുന്നു കേട്ടോ. അല്ല, അതിരിക്കട്ടെ, 24 രൂപ അന്ന് കൊടുക്കാൻ കഴിയാത്ത താനെങ്ങനെയാ ഇതുപോലൊരു വില കൂടിയ കാർ വാങ്ങിയത്? അമ്മേ പ്ലീസ്, ഇദ്ദേഹം ആരാണെന്ന് അമ്മയ്ക്ക് അറിയാമോ? ആ, നീ തന്നെ പറ, ഇദ്ദേഹം ആരാണെന്ന് കേക്കട്ടെ. ഇദ്ദേഹമാണ് രവിചന്ദ്രവർമ്മൻ സാറ്. രവിചന്ദ്രവർമ്മനോ? അങ്ങനെ ഒരു പേര് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. അച്ഛാ, ഇതിലാരോ ഒപ്പിട്ടിരിക്കുന്നേ നോക്കിയേ, രവിചന്ദ്രവർമ്മൻ സാറാ. ഓ, ഇന്ന് രാവിലെ ഒരു പേപ്പറും പിടിച്ച് വലിയ പഠിക്കലായിരുന്നല്ലോ. 16 കമ്പനികളുടെ തലവൻ ആ രവിചന്ദ്രവർമ്മനാണോ? ഇത് അദ്ദേഹം തന്നെ സരോജം. അയ്യോ, നിനക്ക് ബ്ലാങ്ക് ചെക്ക് തന്ന? അതെ, അതേ രവിചന്ദ്രവർമ്മൻ സാറ് തന്നെ. അയ്യോ അയ്യോ, എന്റെ പൊന്നു സാറേ, ക്ഷമിക്കണം. ഞാൻ സാറിനെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാ. സാർ ക്ഷമിക്കണം, മാപ്പാക്കണം. സർ പ്ലീസ് സർ, സാർ ഈ ചെക്ക് വാങ്ങണം, അപേക്ഷയാണ്. സാർ, ഞങ്ങളോട് ക്ഷമിക്കണം. അങ്ങേക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്.
ഇതൊക്കെ അറിയാതെ സംഭവിച്ചു പോയതാണ്. ഞങ്ങൾ കാരണം അങ്ങേക്ക് ഇവിടം വരെ വരേണ്ടി വന്നു. ദയവ് ചെയ്ത് ക്ഷമിക്കണം സാർ. സോറി. ഇറ്റ്സ് ഓക്കെ. സോറി സാർ, സോറി. കുഴപ്പമില്ല സാർ. ഏതായാലും അങ്ങ് ഇവിടം വരെ വന്നതല്ലേ. കുചേലന്റെ വീട്ടിൽ ശ്രീകൃഷ്ണൻ വന്നതുപോലെ ദയവ് ചെയ്ത് സാറ് ഞങ്ങളുടെ വീട്ടിലൊന്ന് കയറിയിട്ട് വേണം പോവാൻ. ശ്രീലക്ഷ്മി പറ. അതെ സാർ, ദയവ് ചെയ്തൊന്ന് വീട്ടിലേക്ക് വരണം പ്ലീസ്. ഓക്കെ. വരൂ സാർ. വരൂ സാർ. Come on. What? വാ. എന്തായി കാണിക്കുന്നത്? അയ്യോ കുഴപ്പമൊന്നുമില്ല സാർ. ഷൂ ഒന്നും ഊരണ്ട. സാർ അകത്തേക്ക് വാ. ഏയ് സാരമില്ല. നമ്മൾ ഒരിടത്ത് പോയാ അവിടുത്തെ നിയമങ്ങൾ അനുസരിക്കാം. വരും സാൻഡ്ര. Aren't you coming? നോ, യു ക്യാരി ഓൺ. ഞാനിവിടെ പുറത്തൊക്കെ തന്നെ ഉണ്ട്. സാർ, ഞങ്ങളുടെ വീട് ചെറുതാണ്, ഒന്നും തോന്നരുത്. നല്ല ഉഷ്ണം കാണും. ഈ ഫാൻ കൊള്ളില്ല. സാറിന് അറിയാലോ, അതാ ഇടാത്തത്. ആ ഞാൻ വേണമെങ്കിൽ വിശറി എടുക്കാം. പഴയ പ്രശ്നമില്ല. നോ ഇഷ്യൂസ്. സാർ, അങ്ങയെപ്പോലെ വലിയ മനുഷ്യനെ ഇങ്ങോട്ട് വിളിച്ചതില് വലിയ വിഷമമുണ്ട്. ക്ഷമിക്കണം. എനിക്ക് അയ്യോ എന്താ ഇതൊക്കെ? പ്ലീസ് എന്നോട് ഇങ്ങനൊന്നും പെരുമാറില്ലേ. എന്നോട് ക്ഷമിക്കണം സാറേ. സാറ് വീട്ടിൽ വന്നപ്പോ ഫ്രിഡ്ജ് റിപ്പയർ ചെയ്യിച്ചേന്. ചില സമയങ്ങളിലെ എനിക്ക് തീരെ ബുദ്ധിയില്ലാത്തോണ്ടാ ആരോടൊക്കെ എങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് അറിയില്ല. മായി തോന്നിയ എല്ലാം വിളിച്ചു പറയും. ക്ഷമിക്കണം. പ്ലീസ് ആദ്യം നിങ്ങൾ ഇങ്ങനെ ക്ഷമ ചോദിക്കുന്നത് നിർത്തൂ. അതിനൊക്കെ സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഓക്കെ? അങ്ങനെയല്ല സാർ, അങ്ങയുടെ മനസ്സ് വലുതായതുകൊണ്ടാ ഇങ്ങനെ പറയണത്. പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ ചെയ്ത പാപം തന്നെയാ. പിന്നെ ഇപ്പൊ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായതിന്റെ കാരണം ഇവള് രാവിലെ ചെക്ക് കൊണ്ട് ബാങ്കിൽ പോയതാ. ശരിയാ, അമ്മ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ആ അത് സമ്മതിച്ചു. ഞാൻ തന്നെയാ ചെക്ക് മാറ്റിവെച്ചത്. വീട് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയുടെ കയ്യില് ഒരു ചെക്ക് കിട്ടിയാ പിന്നെ തലയിൽ ഒന്നും ഉണ്ടാവില്ല. വീട് റിപ്പയർ ചെയ്യണം, പെയിന്റ് അടിക്കണം, പിന്നെ പണയം വെച്ച താലിമാല എടുക്കണം. അങ്ങനെ അങ്ങനെ അങ്ങനെ. സരോജം, ഓ ഇനി ഞാനൊന്നും മിണ്ടുന്നില്ല. നിങ്ങൾ തന്നെ പറഞ്ഞാ മതി. നടന്നെന്താണെന്ന് ഞാൻ പറയാം. സാറ് തന്ന ചെക്ക് മടക്കി തരാൻ ഞങ്ങൾ തീരുമാനിച്ചതാണ്. അത് നഷ്ടപ്പെടാതിരിക്കാൻ ഒരു കവറിൽ വെച്ചിരുന്നതാണ്. പക്ഷെ അതിനകത്തിരുന്ന ചെക്ക് സരോജം മാറ്റിയതറിയാതെ മോള് കവറും എടുത്തുകൊണ്ട് അങ്ങോട്ട് വന്നു. അങ്ങനെ ഒരു ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചു. അതിന് സാറ് ക്ഷമിക്കണം. വീണ്ടും തുടങ്ങി. നോക്കൂ, നിങ്ങൾ അറിയാതെ സംഭവിച്ച കാര്യങ്ങൾക്കൊക്കെയാണ് ഇപ്പൊ ക്ഷമ ചോദിക്കുന്നത്. ഇനി അതിന്റെ ആവശ്യമില്ല. പക്ഷേ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റിന് ആരായാലും ക്ഷമ ചോദിച്ചേ തീരൂ. അതിനാ ഞങ്ങൾ വന്നത്. സാൻഡ്ര,